ഹായ്, ഇന്ന് നമുക്ക് കുറച്ച് നെല്ലിക്ക കിട്ടിയിട്ടുണ്ട്. നമുക്കിത് അച്ചാറിടാം. അതിനായി ആദ്യം നെല്ലിക്ക നന്നായി ഉപ്പിട്ട് തിളപ്പിച്ചെടുക്കാം. നെല്ലിക്ക അടർന്നു വരുന്നവരെ വേവിച്ചെടുക്കണം. നെല്ലിക്ക ഇതുപോലെ കുരു കളഞ്ഞ് അടർത്തിയെടുക്കുക. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. ഒരു ചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഉലുവയിട്ട് പൊട്ടിച്ചെടുക്കുക. ഉലുവ പൊട്ടി വരുമ്പോൾ കടുകും ചേർത്ത് പൊട്ടിക്കുക. ഇനി അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവയിട്ട് നന്നായി മുരിച്ചെടുക്കുക. ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി വരണം. വെള്ളം ഉണ്ടായാൽ അച്ചാർ വേഗം കേടുവരും. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. കുറേ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും രണ്ടും കൂടിയാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇത് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് വിനാഗിരിയും തിളപ്പിച്ചാറിയ വെള്ളവും ഒഴിക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി, ഉപ്പ് എന്നിവ ചേർക്കുക. അല്പം പഞ്ചസാര കൂടി ചേർക്കണം. ഇനി നന്നായി തിളച്ചിട്ട് നെല്ലിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി ഇത് 15 മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇത് ഇത്ര ലൂസാക്കിയിരിക്കുന്നത് ഇത് വിൽക്കാനുള്ള അച്ചാറായതുകൊണ്ടാണ്. അല്ലെങ്കിൽ അച്ചാർ പാക്ക് ചെയ്യുമ്പോൾ നെല്ലിക്ക കഷ്ണം മാത്രം ബാക്കിയാവും. ഇത് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നല്ല കുറുകി വരും. അപ്പോൾ നമ്മൾ അച്ചാർ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളിതിൽ പഞ്ചസാര ചേർക്കുന്നത് അച്ചാർ കേടാകാതിരിക്കാനാണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിത് കുപ്പിയിലാക്കാം.